നാളുകളായി ഞങ്ങളുടെ കസ്റ്റമർ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഈ മൂവീസ് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നതെന്നും ബിഹൈൻഡ് സീനുകൾ കാണണമെന്ന് ആഗ്രഹമുണ്ടെന്നും. നിങ്ങളുടെ ആവശ്യപ്രകാരം ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ള റോ ഫയലാണ്. ഷൂട്ടിംഗ് ടൈമിൽ ആക്ഷനും കട്ടിങ്ങും ഇടയ്ക്കിടയ്ക്ക് നടക്കുന്ന എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട്. ഇത് എഡിറ്റ് ചെയ്തിട്ടില്ല. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എഫക്റ്റുകൾ ഇല്ല. ഷൂട്ടിങ്ങിനിടയിലെ മറ്റ് ശബ്ദ കോലാഹലങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഓരോ പേപ്പർ മറിച്ച് കഴിയുമ്പോഴേക്കും ആ കായ ചുരുട്ടിയിട്ട് ടേബിളിൽ ഇടിച്ചിരിക്കണം. ടേബിളിട്ട് അതിൻ്റെ മൊത്തം ടേബിളിന്റെ സൈഡിൽ ഇരിക്കാം. രണ്ടിടി ഇരിക്കണേ രണ്ടിടി ഇരിക്കണേ അടിച്ചോ. ആക്ഷൻ. ഫോണിൽ കോൾ വരുന്നു, എടുത്ത് ചെവി വെക്കണം. ഹലോ മാഡം. ഹലോ മാഡം. അത് കുഴപ്പമില്ല മാഡം. അത് കുഴപ്പമില്ല മാഡം. നമ്മളിത് എത്ര കണ്ടിരിക്കുന്നു. ഞാൻ അവളെ കൊണ്ട് സത്യം പറയിപ്പിക്കും. ഓക്കെ ഓക്കെ മാഡം, ഞാൻ വിളിക്കാം. ഓക്കെ മാഡം, ഞാൻ വിളിക്കാം. ശരി, കട്ട് ചെയ്ത് നോക്കൂ. എന്തെങ്കിലും പ്രശ്നമാണെന്ന് തോന്നുന്നു റീടേക്ക് പോകണം. സ്ലോ ആണ്. ആ ഇല്ല കുഴപ്പം. ആക്ഷൻ. അത് കുഴപ്പമില്ല മാഡം. ഒന്നുകൂടി പോട്ടെ. അത് കുഴപ്പമില്ല, പോട്ടെ. റീടേക്ക്. റോളിംഗ് പറഞ്ഞില്ല. റോളിംഗ്. ആക്ഷൻ. അത് കുഴപ്പമില്ല മാഡം. നമ്മളിത് കണ്ടതാ. അവളെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിച്ചോളാം. ശരി മാഡം. ഓക്കെ. ശരി മാഡം, ഞാൻ വിളിക്കാം. ഓക്കെ. ആക്ഷൻ. ഹലോ, ഏഞ്ചൽ ഹോം നഴ്സിംഗ് അല്ലേ? ഞാൻ പറഞ്ഞു കഴിഞ്ഞ് പറഞ്ഞാൽ മതി കേട്ടോ. ഹലോ, ഏഞ്ചൽ ഹോം നഴ്സിംഗ് അല്ലേ? ഹലോ, ഏഞ്ചൽ ഹോം നഴ്സിംഗ് അല്ലേ? ഞാൻ പാലക്കല മഞ്ജു ആണ്. ആ, അത് പറയാൻ വേണ്ടിയാ വിളിച്ചത്. അവര് നിർത്തിയിട്ട് ഒരാഴ്ചയായി. എനിക്ക് എമർജൻസി ആയി ഒന്ന് ദുബായിലേക്ക് പോകണം. നാളെ 5 മണിക്കാണ് ഫ്ലൈറ്റ്. നാളെ തന്നെ എമർജൻസി ആയിട്ട് ഒരാളെ വേണം. നാളെ 5 മണിക്കാണ് ഫ്ലൈറ്റ്. നാളെ തന്നെ എമർജൻസി ആയിട്ട് ഒരാളെ വേണം. ഇനി ഇത് പറഞ്ഞാൽ മതി. അത് തന്നെയാണ് പ്രശ്നം. എങ്ങനെയെങ്കിലും നാളെ രാവിലെ തന്നെ ആളെ അയക്കണം. പറ്റുമെങ്കിൽ ഒരു ലേഡി സ്റ്റാഫിനെ തന്നെ. കുറച്ച് സോപ്പിട്ടൊക്കെ നിൽക്കുമ്പോൾ ആൾ ഒതുങ്ങി കിടന്നോളും. കൊന്നാലും വേണ്ടില്ല, നിങ്ങൾ രാവിലെ തന്നെ ഒരാളെ ഇങ്ങോട്ട് അയക്കും. ബാക്കിയെല്ലാം ഫോണിൽ വിളിച്ചു പറഞ്ഞാൽ മതി. മതിയല്ലേ? എനിക്ക് രാവിലെ ഒരാളെ കിട്ടിയാൽ മതി. നമുക്ക് ഫോണിൽ സംസാരിക്കാം. മതി, അങ്ങനെ തന്നെ മതി. ചെറുതായിട്ട് അങ്ങനെ ചെറിയ കഴിക്കുന്ന മാത്രം ഫോണിന്റെ കൈക്ക് നമ്മൾ പറയുമ്പോ ഒരു ചെറിയ ഇത് വരികയല്ലേ ഇങ്ങനെ. അതെ, അത് ചെറുതായിട്ട് അങ്ങനെ തന്നെ. ഓക്കെ. അപ്പൊ രാവിലെ 5 മണിക്ക് ഓക്കെ അല്ലേ? ബാക്കിയൊക്കെ ഞാൻ ഫോണിലൂടെ പറഞ്ഞോളാം. ഓക്കെ. റോളിംഗ്. ആക്ഷൻ. ഫോക്കസ് എവിടെ എവിടെ കണ്ടത് ഈ ബൾബ്? ഇവിടെ ഈ മുട്ടയെ പിടിച്ചിട്ട് മുട്ടയിൽ. റോളിംഗ്. ആക്ഷൻ.
ആ ഞാൻ ഡോറ് തുറന്നിട്ടേക്കാം. കൈക്ക് ചെറിയൊരു ഇങ്ങനെ കൈ കൊണ്ട് ജസ്റ്റേഴ്സ് കാണിക്കില്ല നമുക്ക്. ആ ഞാൻ ഡോറ് തുറന്നിട്ടേക്കാം, അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഇങ്ങനെ കൈ അപ്പുറത്തെ കൈയുടെ മൂവ്മെന്റും ഇത് മാത്രം എടുത്താൽ മതി. ഇടത് കൈ ഇങ്ങനെ ഓക്കെ. ഇല്ല നമുക്കത് വേണ്ടി ചെയ്യാം. ശരി ഓ ഇല്ല ഓക്കെ. ആ ഞാൻ വിളിക്കാം. ആ കൈയുടെ മൂവ്മെന്റ് കൊടുത്തേ. ഇല്ല നമുക്കത് ഫോണിൽ കൂടി സംസാരിച്ചാൽ പോരെ? ആ ഓക്കെ ഞാൻ വിളിച്ചോളാം. ഹലോ, മനസ്സിലായി മാഡം? ഹലോ, മനസ്സിലായി മാഡം. ഞങ്ങളുടെ സർവീസ് എല്ലാം പക്കയല്ലേ? ഞങ്ങളുടെ സർവീസൊക്കെ പക്കയല്ലേ? സ്റ്റാഫ് കൃത്യമായി വരുന്നുണ്ടല്ലോ അല്ലേ? സ്റ്റാഫൊക്കെ കൃത്യമായിട്ട് വരുന്നില്ലേ? ഒരു അതിശയത്തോടുകൂടി അയ്യോ പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോ ആളെ എങ്ങനെ വിടാനാണ്? അയ്യോ പെട്ടെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ ഞാൻ ആളെ എങ്ങനെ വിടാനാ? അത് തന്നെയല്ല, അവിടുത്തെ സാറിന്റെ കാര്യം എനിക്ക് നല്ലപോലെ അറിയാലോ. അത് തന്നെയൊന്നല്ല, ആ സാറിന്റെ കാര്യമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ആള് നടക്കില്ലെന്നേ ഉള്ളൂ, പഴയ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ലല്ലോ. ആള് പിന്നെ നടക്കില്ലെന്നല്ലേ ഉള്ളൂ, പഴയ സ്വഭാവത്തിനൊന്നും ഒരു മാറ്റവും ഇല്ലല്ലോ. ഒരാളുണ്ട് പക്ഷെ സാറ് കൂടുതൽ വിളച്ചിലെടുത്താൽ അവള് തനി സ്വഭാവം കാണിക്കും. പക്ഷേ സാറ് കൂടുതൽ വിളച്ചിലെടുത്താൽ അവള് ചിലപ്പം തനി സ്വഭാവം കാണിക്കും. ആ സമയത്ത് ശരിക്കും ഒന്നുകൂടി റോളിംഗ്. പക്ഷെ സാറ് കൂടുതൽ വിളച്ചിലെടുത്താൽ അവള് തനി സ്വഭാവം കാണിക്കും. പക്ഷേ സാറ് കൂടുതൽ വിളച്ചിലെടുത്താൽ അവള് ചിലപ്പം തനി സ്വഭാവം കാണിക്കും. പക്ഷേ സാറ് കൂടുതൽ വിളച്ചിലെടുത്താൽ അവൾ അവളുടെ തനി സ്വഭാവം കാണിക്കും. വിളച്ചിലെടുത്താൽ അവള് തനി സ്വഭാവം കാണിക്കും. പക്ഷേ സാറ് കൂടുതൽ വിളച്ചിലെടുത്താൽ അവള് തനി സ്വഭാവം കാണിക്കും. റോളിംഗ്. ഓക്കെ മാഡം, ഞാൻ നോക്കിക്കോളാം. ഓക്കെ മാഡം, ആ ഞാൻ നോക്കിക്കോളാം. ഫോൺ കട്ട് ചെയ്തോ. ഫോൺ വീണ്ടും ചെവിയിൽ വെച്ചാൽ ആദ്യത്തെ സമയത്തിന് പറഞ്ഞ ഡയലോഗ് ഒന്നുകൂടി പറഞ്ഞു കൊടുത്തു. ഈ ഒരു ആഗ്രഹം 2 ഡയലോഗ്. ഹലോ, മനസ്സിലായി മാഡം, ഞങ്ങളുടെ സർവീസ് എല്ലാം പക്കയല്ലേ? ഹലോ, മനസ്സിലായി മാഡം, ഞങ്ങളുടെ സർവീസൊക്കെ പക്കയല്ലേ? സ്റ്റാഫ് കൃത്യമായി വരുന്നുണ്ടല്ലോ അല്ലേ? സ്റ്റാഫ് കൃത്യമായിട്ട് വരുന്നില്ലേ? അയ്യോ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ വിടാനാണ് മാഡം? അയ്യോ പെട്ടെന്ന് പറഞ്ഞാ എങ്ങനെ വിടാനാണ് മാഡം? സിഗരറ്റ് വലിക്കാൻ. ആക്ഷൻ. ഫോൺ റിങ് ചെയ്യുന്നു, നോക്കിയിട്ട് അറ്റൻഡ് ചെയ്തോ. ഡാനി, ഞാൻ നിന്നെ വിളിക്കാനിരിക്കുമായിരുന്നു. ഡാനി, ഞാൻ നിന്നെ വിളിക്കാനിരിക്കുകയായിരുന്നു. അവൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവള് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ബിസിനസ് ഒന്ന് ക്ലച്ച് പിടിച്ച് വരികയായിരുന്നു. ബിസിനസ് ഒന്ന് ക്ലച്ച് പിടിച്ച് വരികയായിരുന്നു. ബിസിനസ് ഒന്ന് ക്ലച്ച് പിടിച്ച് വരികയായിരുന്നു. ആശയൊക്കെ തട്ടിക്കളാം. ആശയൊക്കെ തട്ടിക്കളാം. റോളിംഗ്. ആക്ഷൻ. ബിസിനസ് ഒന്ന് ക്ലച്ച് പിടിച്ച് വരുമായിരുന്നു. ആക്ഷൻ. ഒരു പഫ് എടുക്കുന്നു, പുക ഊതിക്കളയുന്നു. ബിസിനസ് ഒക്കെ ഒന്ന് ക്ലച്ച് പിടിച്ച് വരുമായിരുന്നു. ബിസിനസ് ഒക്കെ ഒന്ന് ക്ലച്ച് പിടിച്ച് വരികയായിരുന്നു. ഇങ്ങനെ തട്ടിക്കൊടുത്ത. റോളിംഗ്. ആക്ഷൻ. ആക്ഷൻ തട്ടിക്കൊടുത്ത. ബിസിനസ് ഒക്കെ ഒന്ന് ക്ലച്ച് പിടിച്ച് വരുമായിരുന്നു. ബിസിനസ് ഒക്കെ ഒന്ന് ക്ലച്ച് പിടിച്ച് വരികയായിരുന്നു. മീഡിയയിൽ ഇപ്പൊ തന്നെ ന്യൂസായി തുടങ്ങി. ഇതിങ്ങനെ മീഡിയയിൽ ഇപ്പൊ തന്നെ ന്യൂസായിട്ട് വന്നു. 25 വീടുകളിൽ നിന്ന് ഇപ്പൊ തന്നെ സ്റ്റാഫിനെ പിൻവലിക്കേണ്ടി വന്നു. 25 വീടുകളിൽ ഇപ്പൊ തന്നെ സ്റ്റാഫിനെ പിൻവലിക്കേണ്ടി വന്നു. ആക്ഷൻ. ഇങ്ങനെ പോയാൽ എൻ്റെ ബിസിനസ് പൂട്ടേണ്ടി വരും.
ആക്ഷൻ. പഫ് എടുത്തിട്ട് പുക പോയി കഴിഞ്ഞിട്ടേ ഡയലോഗ് പറയാവുള്ളൂ. ഇങ്ങനെ പോയാൽ എൻ്റെ ബിസിനസ്സൊക്കെ പൂട്ടേണ്ടി വരും. നീ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണം. നീ എങ്ങനെയെങ്കിലും ഒന്ന് എന്നെ രക്ഷിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു ഡയലോഗ്. റോളിംഗ്. റോളിംഗ്. അപ്പൊ നീ ഉണ്ടാവില്ലേ? അപ്പോ നീ ഉണ്ടാവില്ലേ? ശരി ഓക്കെ. ആക്ഷൻ. അപ്പൊ നീ ഉണ്ടാവില്ലേ? അപ്പോ നീ ഉണ്ടാവില്ലേ? പുക പോയിട്ട്. ആക്ഷൻ. സിഗരറ്റ് എടുത്ത് പുക മൊത്തം പോട്ടെ. അപ്പൊ നീ ഉണ്ടാവില്ലേ? അപ്പോ നീ ഉണ്ടാവില്ലേ? ഓക്കെ ഡി. ശരി. ഓക്കെ ഡി. ശരി. ഫോൺ കട്ട് ചെയ്യുന്നു. ഒരു പഫും കൂടി സിഗരറ്റ് എടുക്കുന്നു. സിഗരറ്റ് എടുക്കുന്നു. ഫോൺ ചെവി വെക്ക്. റോളിംഗ്. ആക്ഷൻ. സിഗരറ്റ് പുക പോട്ടെ. അപ്പൊ നീ ഉണ്ടാവില്ലേ? അപ്പോ നീ ഉണ്ടാവില്ലേ? ഓക്കെ ഡി. ഓക്കെ. ശരിയടി. ഓക്കെ. ഫോൺ കട്ട് ചെയ്യുന്നു. ഈ കാർ ഓപ്പണാണ്. അല്ല. ആക്ഷൻ. പഫ് എടുത്ത് താഴത്ത് സിഗരറ്റ് താഴത്തിട്ടോ. ഇപ്പൊ ചവിട്ടണ്ട. എനിക്ക് ചെരുപ്പില്ലല്ലേ. ഞാൻ പറഞ്ഞായിരുന്നല്ലേ. റോളിംഗ്. ആക്ഷൻ. നടന്ന നാട്. ആക്ഷൻ. ഡോറടക്ക്. ലൈറ്റ് കുറച്ച് തരാം. റോളിംഗ്. ലൈറ്റ് കുറച്ച് ഇവിടെ ചായ കൊടുക്കണം. ആക്ഷൻ. റോളിംഗ്. ചെരുപ്പറ്റുണ്ടോ? ആക്ഷൻ. ഇവിടെ പറയാം. ഡോറിന്റെ ഓക്കെ. ഇനി ഒന്ന് ആക്ഷൻ. പതുക്കെ. റോളിംഗ്. ആക്ഷൻ. നടന്നായിരിക്കും. റോളിംഗ്. ആക്ഷൻ. ആക്ഷൻ പറഞ്ഞിട്ട് എന്ത് ചെയ്യാവുള്ളൂ കേട്ടോ. റീടേക്ക്. ആക്ഷൻ. നിങ്ങൾ അവിടെ ക്യാമറ അവിടെ നനങ്ങനെ അവിടെ വെച്ചോട്ടപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അവിടെ തന്നെ നിർത്തിക്കൊണ്ട് ഭിത്തിയിൽ കോൺബെല്ലുണ്ടെന്ന് സങ്കല്പിച്ച് കൊണ്ട് ബെല്ലടിക്കാൻ പറഞ്ഞ ഇത്തിരി കൂടി ബാക്കിലോട്ട് മാറും. ഇനി ടിങ്ടോ അടിക്കാൻ പറഞ്ഞു. ടിങ്ടോ. ഒന്നുകൂടി ഇട്ടിട്ട് വീണ്ടും ഒന്നുകൂടി അടിക്കണം. ഓക്കെ അല്ലേ? സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തോളാം. ലാത്തി. ലൈറ്റ് മാറ്റിക്കണം. മതിയോ? ആക്ഷൻ. അതൊന്ന് ടൈറ്റ് എടുത്തോ. റോളിംഗ്. ആക്ഷൻ. മേഡം ഡാനി പറഞ്ഞിട്ടുണ്ടോ? മേഡം ഡാനി പറഞ്ഞിട്ടുണ്ടോ? റോളിംഗ്. ആക്ഷൻ. മേഡം ഒരു കോള് വന്നു, ഒന്ന് അറ്റൻഡ് ചെയ്തു കേട്ടോ. റോളിംഗ്. ആക്ഷൻ. കഴിഞ്ഞിട്ട് അകത്തേക്കോ? മേഡം ഒരാൾ. ആക്ഷൻ. മേഡം
ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട്. ആ ഡോർ അടച്ചോണ്ട് അവരോട് തന്നെ പറ. ഡോർ അടച്ചിട്ട് വന്നോ. അവൻ കയറി വരുമ്പോ തന്നെ അവരോട് ഒന്നുകൂടി പറഞ്ഞാൽ മതി. ടേക്ക് ഒന്നുകൂടി. ആക്ഷൻ. മേഡം അതേ ആ ഡോർ അടച്ചേക്കണേ. ആക്ഷൻ. മാഡം വേണമെങ്കിൽ മറ്റേ പോലീസ് മാഡം കൈ കൊണ്ടൊന്ന് ചുമ്മാ ഇരിക്കണ പോലെ ഒന്ന് കാണിച്ചു. ആക്ഷൻ. ഡാനിമാരുമായിട്ട് എങ്ങനെയാ പരിചയം? ഒരു പോലീസ് ആണെന്നുള്ള ബോധ്യം വേണം. റോളിംഗ്. ആക്ഷൻ. ടെൻഷൻ വിട്ടേച്ചും ഇരിക്കും. പോകാം. റോളിംഗ്. ആക്ഷൻ. ഡാനിമാരുമായിട്ട് എങ്ങനെയാണ് പരിചയം? ജസ്റ്റ് ഒന്ന് കണ്ണ് താഴത്തേക്ക് ഇട്ടിട്ട് പുറത്തേക്ക് വിട്ട്. ഈ കേസിനെ കുറിച്ച് അറിയാമല്ലോ അല്ലേ? ജസ്റ്റ് ഒന്ന് ഡെസ്കിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ചോദിക്കാം. ഇങ്ങനെ അങ്ങനെയാ? റോളിംഗ്. ആക്ഷൻ. ഈ കേസിനെ കുറിച്ച് അറിയാനല്ലേ? മരിച്ച വ്യക്തി ഇന്റർപോൾ അന്വേഷിക്കുന്ന ഒരു ക്രിമിനലാണ്. മരിച്ച വ്യക്തി ഇന്റർപോൾ അന്വേഷിക്കുന്ന ഒരു ക്രിമിനലാണ്. അങ്ങനെയല്ല. റോളിംഗ്. മരിച്ച വ്യക്തി ഇന്റർപോൾ അന്വേഷിക്കുന്ന ഒരു ആക്ഷൻ ക്രിമിനലാണ്. പറഞ്ഞു. റോളിംഗ്. ആക്ഷൻ. മരിച്ച വ്യക്തി ഇന്റർപോൾ അന്വേഷിക്കുന്ന ഒരു ക്രിമിനലാണ്. അവന്റെ കയ്യിലുണ്ടായിരുന്ന 67 കോടി രൂപ വിലമതിക്കുന്ന രത്നങ്ങളാണ്. അവന്റെ കയ്യിലുണ്ടായിരുന്നത് 67 കോടി. ആക്ഷൻ. മരിച്ച വ്യക്തി ഇന്റർപോൾ അന്വേഷിക്കുന്ന ഒരു ക്രിമിനലാണ്. മരിച്ച വ്യക്തി ഇന്റർപോൾ അന്വേഷിക്കുന്ന ക്രിമിനലാണ്. അവന്റെ കയ്യിലുണ്ടായിരുന്നത് 67 കോടി രൂപ വിലമതിക്കുന്ന രത്നങ്ങളാണ്. അവന്റെ കയ്യിലുണ്ടായിരുന്ന 67 കോടി രൂപ വിലമതിക്കുന്ന രത്നങ്ങളാണ്. ആക്ഷൻ. അവന്റെ കയ്യിലുണ്ടായിരുന്ന 77 കോടി രൂപ വിലമതിക്കുന്ന രത്നങ്ങളാണ്. റീടേക്ക്. റോളിംഗ്. അവന്റെ കയ്യിലുണ്ടായിരുന്നത്. റോളിംഗ്. ആക്ഷൻ. അവന്റെ കയ്യിലുണ്ടായിരുന്നത് 67 കോടി രൂപ വിലമതിക്കുന്ന രത്നങ്ങളാണ്. ആക്ഷൻ. ആക്ഷൻ. അവന്റെ കയ്യിലുണ്ടായിരുന്നത് 67 കോടി രൂപ വിലമതിക്കുന്ന രത്നങ്ങളാണ്. 67 കോടി രൂപ വിലമതിക്കുന്ന രത്നങ്ങളാണ്. റോളിംഗ്. ആക്ഷൻ. അവന്റെ കയ്യിലുണ്ടായിരുന്നത് 67 കോടി രൂപ വിലമതിക്കുന്ന രത്നങ്ങളാണ്. ആക്ഷൻ. നിങ്ങളുടെ കമ്പനിയിൽ അല്ല അതാണ് ഈ കേസിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. അതാണ് ഈ കേസിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. റോളിംഗ്. റോളിംഗ്. ആക്ഷൻ. അതാണ് ഈ കേസിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. അതാണ് ഈ കേസിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. നിങ്ങളുടെ കമ്പനിയിൽ റോളിംഗ്. ആക്ഷൻ. നിങ്ങളുടെ കമ്പനിയിലെ ഒരു സ്റ്റാഫാണ് കൊലപാതകം ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ കമ്പനിയിലെ ഒരു സ്റ്റാഫാണ് ഈ കൊലപാതകം ചെയ്തിരിക്കുന്നത്. ആക്ഷൻ. നിങ്ങളുടെ കമ്പനിയിലെ സ്റ്റാഫാണ് ഈ കൊലപാതകം ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ കമ്പനിയിലെ സ്റ്റാഫാണ് ഈ കൊലപാതകം ചെയ്തിരിക്കുന്നത്. അവളാണെങ്കിൽ മിസ്സിംഗുമാണ്. നിങ്ങളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. നിങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിന്റെ ഡീറ്റെയിൽസ് സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. നിങ്ങളുടെ കമ്പനിയിലെ ഒരു സ്ഥാപനത്തിലെ നിങ്ങളുടെ കമ്പനി ഞാൻ ആക്ഷൻ പറഞ്ഞിട്ടില്ല കേട്ടോ, ഒന്നുകൂടി പറഞ്ഞു. ആക്ഷൻ. നിങ്ങളുടെ സ്ഥാപനത്തിലെ ഒരു എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. ആക്ഷൻ. അല്ലാത്ത പക്ഷം അവരെ കൊണ്ട് ഉണ്ടാകുന്ന എന്ത് പ്രശ്നത്തിൽ നിങ്ങൾ തന്നെയാണ് ഉത്തരവാദി. ഓക്കെ. അങ്ങനെ നോക്കുമ്പോൾ ഈ കേസിൽ താങ്കൾ കുറ്റക്കാരിയാണ്. അത് കുറച്ച് ആക്ഷൻ ഇട്ടോ. ആക്ഷൻ. അങ്ങനെ നോക്കുമ്പോൾ ഈ കേസിൽ താങ്കൾ കുറ്റക്കാരിയാണ്. ആക്ഷൻ. അങ്ങനെ നോക്കുമ്പോൾ ഈ കേസിൽ നിങ്ങളാണ് കുറ്റക്കാരി. ആക്ഷൻ. അങ്ങനെ
ഞാൻ പേഴ്സണലായിട്ട് റോളിംഗ്. ആക്ഷൻ. ഞാൻ പേഴ്സണലായിട്ടൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ പേഴ്സണലായിട്ടൊരു കാര്യം ചോദിക്കട്ടെ. ഡാനി മാഡത്തിന് നിങ്ങളുടെ ഈ ഹോം നഴ്സിംഗ് കമ്പനി ഷെയർ ഉണ്ടോ? ഡാനി മാഡത്തിന് ഈ നിങ്ങളുടെ ഹോം നഴ്സിംഗ് റിലാക്സ് ചെയ്ത് പറഞ്ഞോ. ആക്ഷൻ. ഡാനി മാഡത്തിന് നിങ്ങളുടെ ഈ ഹോം നഴ്സിംഗ് കമ്പനിയുമായിട്ട് എന്തെങ്കിലും പേഴ്സണലായിട്ടല്ലോ? അങ്ങനെ ഡാനി മാഡത്തിന് നിങ്ങളുടെ ഈ ഹോം നഴ്സിംഗ് കമ്പനി ഡാനി മാഡം പറഞ്ഞു. റോളിംഗ്. ഇതിന് മുമ്പ് നമ്മൾ ഇച്ചിരി അടുത്തിരിക്കുകയാണ്. ഇതിന് മുമ്പ് ആക്ഷൻ. ഡാനി മാഡത്തിന് നിങ്ങളുടെ ഈ ഹോം നഴ്സിംഗ് കമ്പനിയുമായിട്ട് എന്തെങ്കിലും ഷെയർ ഉണ്ടോ? ആക്ഷൻ. ഓക്കെ. നിങ്ങളുടെ ഹോം നഴ്സിംഗ് കമ്പനിയിൽ എത്ര സ്റ്റാഫ് ഉണ്ട്? ഓക്കെ. നിങ്ങളുടെ ഹോം നഴ്സിംഗ് കമ്പനിയിൽ എത്ര സ്റ്റാഫ് ഉണ്ട്? ആക്ഷൻ. ഓക്കെ. നിങ്ങളുടെ ഹോം നഴ്സിംഗ് കമ്പനി എത്ര സ്റ്റാഫ് ഉണ്ട്? ഓക്കെ. നിങ്ങളുടെ ഹോം നഴ്സിംഗ് കമ്പനിയിൽ എത്ര സ്റ്റാഫ് ഉണ്ട്? ആക്ഷൻ. ഇവരുടെ എല്ലാം ബയോഡേറ്റ ഡീറ്റെയിൽസ് ഉണ്ടോ? ആക്ഷൻ. റോസി അപ്പോൾ എമർജൻസി ആയിട്ട് വന്ന സ്റ്റാഫ് ആണല്ലേ? റോസി അപ്പോൾ എമർജൻസി ആയിട്ട് വന്ന സ്റ്റാഫ് ആണല്ലേ? ആക്ഷൻ. നിങ്ങൾ എങ്ങനെയാണ് ഈ സ്റ്റാഫുകളൊക്കെ എടുക്കുന്നത്? ആക്ഷൻ. ചുറ്റിക്കോ. ആക്ഷൻ. പോലീസിന്റെ ഇടിമുറിയെ കുറിച്ച് അത് പതുക്കെ ചുറ്റിക്കേണ്ടത് തന്നെയായിരിക്കും. എന്നെ നോക്കല്ലേ. ആക്ഷൻ. ആക്ഷൻ. പോലീസിന്റെ ഇടിമുറിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പോലീസിന്റെ ഇടിമുറിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അടുത്ത ഡയലോഗ് ഉണ്ട്, അത് അതിന്റെ കൂടെ പറഞ്ഞു. ഞാനിത് പറയാൻ കാരണം ചെയ്തു. റോളിംഗ്. ആക്ഷൻ. പോലീസിന്റെ ഇടിമുറിയെ കുറിച്ച് മൂന്നാമനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആക്ഷൻ. പോലീസിന്റെ ഇടിമുറിയെ കുറിച്ച് മൂന്നാമനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആക്ഷൻ. ഞാനിത് പറയാൻ കാരണം റോസി ഒളിവിലാണ്. അവളുടെ ഒരു ഫോട്ടോ പോലും നിങ്ങളുടെ കയ്യിലില്ലല്ലോ. റോസ്ലി എന്ന് പറഞ്ഞ റോളിംഗ്. ആക്ഷൻ. ഞാനിത് പറയാൻ കാരണം റോസ്ലി ഒളിവിലാണ്. ആക്ഷൻ. ഞാനിത് പറയാൻ കാരണം റോസ്ലി ഒളിവിലാണ്. അവളുടെ ഒരു ഫോട്ടോ പോലും നിങ്ങളുടെ കയ്യിലില്ലല്ലോ. ഓക്കെ. ഇപ്പൊ കൈ. റോളിംഗ്. ആക്ഷൻ. കൊല്ലപ്പെട്ടയാളുടെ ഭാര്യ കൊടുത്തിരിക്കുന്ന കേസ് പ്രകാരം കൊല്ലപ്പെട്ട ആളുടെ ഭാര്യ കൊടുത്തിരിക്കുന്ന കേസ് പ്രകാരം ഹോം നഴ്സിംഗ് കമ്പനിയുടെ ഓണർ കേസിൽ കുടുങ്ങും. ഹോം നഴ്സിംഗ് കമ്പനിയുടെ ഓണർ കേസിൽ കുടുങ്ങും. ഹോം നഴ്സിംഗ് എന്ന് പറഞ്ഞു. റോളിംഗ്. ആക്ഷൻ. ഹോം നഴ്സിംഗ് കമ്പനിയുടെ ഓണർ കേസിൽ കുടുങ്ങും തലയാട്ടിക്കൊണ്ട്. ആക്ഷൻ. ഹോം നഴ്സിംഗ് കമ്പനിയുടെ ഓണർ കേസിൽ കുടുങ്ങും. എന്തോ അല്ല, സോറി. ആക്ഷൻ. റോളിംഗ്. ആക്ഷൻ. ഹോം നഴ്സിംഗ് കമ്പനിയുടെ ഓണർ കേസിൽ കുടുങ്ങും. അതായത് നിങ്ങൾ കുഴപ്പമില്ല. ആക്ഷൻ. അതായത് നിങ്ങൾ ഫ്രണ്ടിലോട്ട്. അതായത് നിങ്ങൾ അതായത് നിങ്ങൾ റോളിംഗ്. അതായത് നിങ്ങൾ ആക്ഷൻ. ഡാനി SI ആണെന്നുള്ള വിചാരം അങ്ങ് മാറ്റിയേക്കും. ഡാനി SI ആണെന്നുള്ള വിചാരം മാറ്റിയേക്ക്. നിങ്ങളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കാരണം മാഡത്തിന്റെ ജോലി പോകാൻ സാധ്യതയുണ്ട്. നിങ്ങളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് മുഖേന മാഡത്തിന്റെ നിങ്ങളുമായിട്ടുള്ള ആക്ഷൻ. നിങ്ങളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് മുഖേന മാഡത്തിന്റെ ജോലി പോകാൻ സാധ്യതയുണ്ട്. നിങ്ങളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കാരണം മാഡത്തിന്റെ നിങ്ങളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്. ആക്ഷൻ. നിങ്ങളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കാരണം മാഡത്തിന്റെ ജോലി പോകാൻ സാധ്യതയുണ്ട്. റോളിംഗ്. ആക്ഷൻ. നിങ്ങളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് മുഖേന മാഡത്തിന്റെ ആറ്റിറ്റ്യൂഡ് പോയി. ആക്ഷൻ.
നിങ്ങളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് മുഖേന മാഡത്തിന് ജോലി പോകാൻ സാധ്യതയുണ്ട്. കുഴപ്പമില്ല റോയ്. ആ ഓക്കെ എന്ത് ചെയ്യണം? ഓക്കെ പറഞ്ഞോ, പറഞ്ഞോ. ഇതിന്റെ എഴുതേക്കണം. ആക്ഷൻ. എന്ത് പറ്റി? ടെൻഷൻ ആവുന്നുണ്ടല്ലേ? എന്ത് പറ്റി? ടെൻഷൻ ആവുന്നുണ്ടല്ലേ? ഇനി മറ്റേ പോക്കറ്റിൽ നിന്ന് 2 പുകയൊക്കെ വിട്ട് നിക്ക്, ഞാൻ വരാം. 2 പുകയൊക്കെ വിട്ട് റിലാക്സ് ചെയ്ത് നിക്ക്. 2 പുകയൊക്കെ വിട്ട് റിലാക്സ് ചെയ്ത് നിൽക്കി, ഞാൻ വരാം. ഇത് സിമ്പിൾ ഡയലോഗാ. ആക്ഷൻ. സോറി. ഇനി അടുത്തത് ആക്ഷൻ. ഫ്രണ്ടിലേക്ക് ആഞ്ഞ്. എന്ത് പറ്റി? ടെൻഷൻ ആണെന്ന് തോന്നുന്നല്ലോ. 2 പുകയൊക്കെ ഇട്ട് ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കും. പോയി അവിടെ അല്ലേ? ആക്ഷൻ. 2 പുകയൊക്കെ ഇട്ട് ഒന്ന് റിലാക്സ് ആയിരിക്കും, ഞാൻ വരാം. കണ്ടിന്യൂറ്റി വേറെ. ഓക്കെ ആണെന്ന് ഇങ്ങനെ പോലെ കേട്ടാ. ഓക്കെ റോളിംഗ്. ആക്ഷൻ. എന്ത്? ആക്ഷൻ. എന്ത് പറ്റി? നല്ല ടെൻഷനാണെന്ന് തോന്നുന്നല്ലോ. 2 പുകയൊക്കെ ഇട്ട് ഒന്ന് റിലാക്സ് ആയിരിക്കും, ഞാൻ വരുന്നു. ആക്ഷൻ. ടേബിളിൽ 2 കൈയൊക്കെ വെച്ചിട്ട് ആ കൈയൊക്കെ ഒരു കൈ വിറക്കണായിട്ട് കൊടുക്കും. ക്ലോസ് ആണ് വെച്ചിരിക്കണേ. കൈ വിറക്കല്ലേ? ആക്ഷൻ. കൈ വിറക്ക്. ആ കൈ അങ്ങനെയൊക്കെ വെച്ചോ. ഞൊട്ട ഓടിക്കണ പോലെ കാണിച്ചു. ഞൊട്ട ഓടിക്കണ പോലെ. ഇനി നേരെ ആ കൈ നേരെ 2 കൈയിലും പ്ലേസ് ചെയ്ത് ഡെസ്കിലായിട്ട് ഇങ്ങനെ നമ്മൾ ഡെസ്കിലായിട്ട് അക്കാബുക്ക വെക്കമ്പൊക്കെ കളിക്കില്ല, അതുപോലെ വെച്ച്. അങ്ങനെ ഫോൺ എടുത്തിട്ട് അങ്ങനെ ആ സാരി മാറ്റി അവിടെ ഊതുന്ന പോലെ ഉപയോഗം. മനസ്സിലായില്ല. ആക്ഷൻ. കൈയുടെ മൂവ്മെൻ്റ് ഒക്കെ കൊടുക്കും. വിറക്ക അറിയത്തില്ലേ? ഞാൻ വിറപ്പൊക്കെ ഒന്ന് കാണിച്ചു. ടിഷ്യൂ ഉണ്ടോ നമ്മുടെ? റോളിംഗ്. അതോടാ ചെറുതായിട്ടൊന്ന് ഊതിക്കാൻ വേണം. കണ്ണിലെ കാപ്പി വയ്ക്കുക. അയ്യോ. ആക്ഷൻ. നെറ്റിയൊക്കെ ഇങ്ങനെ ഓക്കെയാണോ? മതി. ആക്ഷൻ. ഞങ്ങൾ വിക്ടോറിയയിൽ ഒരുമിച്ച് പഠിച്ചതാണ്. ഞങ്ങള് വിക്ടോറിയയിൽ ഒന്നിച്ച് പഠിച്ചതാണ്. ഇപ്പൊ അത്രയും പേടി വേണ്ട. ആക്ഷൻ. ഞങ്ങള് വിക്ടോറിയയിൽ ഒന്നിച്ച് പഠിച്ചതാണ്. അത് തന്നെയല്ല, എന്റെ പല ബിസിനസ്സിലും മാഡത്തിന് പാർട്ണർഷിപ്പ്. അത് തന്നെയല്ല, എന്റെ പല ബിസിനസ്സിലും പാർട്ണർഷിപ്പ്. റോളിംഗ്. കഴിഞ്ഞ ആക്ഷൻ കഴിഞ്ഞിട്ടേ പറയാമോ കേട്ടോ? റോളിംഗ്. ആക്ഷൻ. അത് തന്നെയല്ല, എന്റെ പല ബിസിനസ്സിലും മാഡം പാർട്ണർ കൂടിയാണ്. ഓക്കെ ആണോ? റോളിംഗ്. ആക്ഷൻ. ഇല്ല, കൊച്ചിയിലെ ബിസിനസ്സിലൊന്നും ഡയറക്റ്റ് ഷെയർ ഇല്ല. അടുത്തതായി കേട്ടോ. 70 സ്റ്റാഫ് ഉണ്ട്. റോളിംഗ്. ആക്ഷൻ. ഏകദേശം ഒരു 270ഓളം സ്റ്റാഫ് ഉണ്ട്. അത് ഏകദേശം ആക്ഷൻ. ഏകദേശം ഒരു
270 സ്റ്റാഫ് ഉണ്ട്. ആക്ഷൻ. ഇപ്പോ എല്ലാവരുടെയും ഉണ്ട്. ഏകദേശം ആക്ഷൻ. ഇപ്പം എല്ലാവരുടെയും ഉണ്ട്. ചില എമർജൻസി സിറ്റുവേഷനുകളിൽ മാത്രം, ചില എമർജൻസി സിറ്റുവേഷനിൽ മാത്രം ചിലവരുടെ ഒന്നും ഡീറ്റെയിൽസ് സൂക്ഷിക്കാൻ പറ്റിയില്ല. ചിലരുടെ ഒന്നും ഡീറ്റെയിൽസ് സൂക്ഷിക്കാൻ പറ്റിയിട്ടില്ല. ആക്ഷൻ. അത്തരത്തിൽ ഒരാളാണ് ഈ റോസി. ആക്ഷൻ. അത്തരത്തിലൊരാളാണ് ഈ റോസി. അടുത്ത ബീനയുടെ ഡയലോഗ്. സോഷ്യൽ മീഡിയയിലൊക്കെ പരസ്യം കൊടുക്കാറുണ്ട്. പത്രത്തിലും സോഷ്യൽ മീഡിയയിലൊക്കെ പരസ്യം കൊടുക്കാറുണ്ട്. ഈ ആംഗിൾ മാറ്റി. ആക്ഷൻ. ഓ ധാരാളം. ഓ ധാരാളം. അങ്ങനെയല്ല, അതൊക്കെ ചിരിച്ചുകൊണ്ടാണല്ലേ പറയണം. ആക്ഷൻ. വീന ചിരിച്ചുകൊണ്ട് ഓ ധാരാളം. ധാരാളം. ഡാനിയെല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല. ആക്ഷൻ. ഒരു സിഗരറ്റ് വെച്ചിട്ട് ഓക്കേ. ഞങ്ങൾ ആ ഒരു മുഖം ആക്ഷൻ. വെള്ളം കുടിക്കണം. ക്ലോസ് വെള്ളത്തിലേക്ക് ഓക്കെയാണോ? അടുത്തു. ആ ചുണ്ടിന്റെ അവിടെ ഇച്ചിരി ഒരു വായ വെള്ളം കൂടി ഇട്ടിട്ട് ചുണ്ടിലും കൂടി ഇച്ചിരി വെള്ളം പുറത്തേക്ക് അടുത്തേക്കൂടെ ഒഴുകിപ്പോട്ടെ. ഒഴിവിട്ട് വെള്ളത്തിൽ പുറത്തോട്ടൊക്കെ പോട്ടെ. ആ മൂവ്മെന്റ് കൊടുത്ത് ഏ റൗണ്ട് ചെയ്തോ. ഞാൻ ക്ലോസ് ചെയ്തത് അങ്ങനെ ഒരു ടെൻഷന്റെ ഫീൽ കൊണ്ടു റൗണ്ട് ചെയ്തു. വലിക്കട്ടെ? കുടിച്ചു വെള്ളം കുടിച്ചു വന്നു എടുത്ത്. വെള്ളം കുടിക്കണേ? വലിക്കാനാണോ? റൗണ്ട് ചെയ്തോ. നൈസായിട്ട് റൗണ്ട് ചെയ്താൽ മതി. തല കാട്ടാത്ത രീതിയിൽ ചെയ്തോ. ആ എന്നിട്ട് നേരെ സിഗരറ്റ് അടുത്തു. റൗണ്ട് പോട്ടെ. റിലാക്സ് വലിക്കും. കൈക്ക് എല്ലാവരും പേടിയൊക്കെ നോടാം. മുതിയിടും. ഇരുത്തി വലിക്കും. ഒരു കണ്ണടച്ച് ഇരുത്തി വലിക്കും. മുന്നിലേക്ക് വെച്ച് ഒരു കണ്ണി അടച്ച് ഇരുത്തി വലിച്ച് റിലാക്സ് ചെയ്യും. ഒരു പഫ് എടുത്ത് മുക്കി കൂടി വിട്ടെ. നോവലി വിടും. ഒന്നുകൂടി. വലിച്ചോ അത് തീരുമാനം വലിച്ചോ. എന്തായാലും കത്തിച്ചു തിരിക്കരുത്. ടെൻഷൻ. ജയപ്പാ ഡാ ബാറ്ററി ബാറ്ററി എടുക്കാൻ പറ. അത് വലിച്ച് തീരുമാനം നിൽക്കല്ലേ. ആ അത് വലിച്ച് തീരുമാനം കട്ട് ചെയ്യണം. കട്ടായി സേവാകുമല്ലോ. കട്ടായി സേവാകുമല്ലോ. ആ കുറച്ച് ബാക്കിലോട്ട് പോട്ടെ. ബാറ്ററി എടുത്ത് ബാറ്ററി ആ കട്ടിയോട്ടെ. ആക്ഷൻ. മാഡം പറഞ്ഞുകൊണ്ട് ഇത്ര കാലനക്കണേ. നൈസായിട്ടാണ് കാര്യങ്ങളൊക്കെ ചോദിച്ചത്. ആ മാഡം പറഞ്ഞതുകൊണ്ട് ഇത്രയും നേരം നൈസായിട്ടാണ് കാര്യങ്ങളൊക്കെ ചോദിച്ചത്.
ആക്ഷൻ. കാലിളക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനത്തെ മൂവ്മെന്റ് കൊടുത്തേ, ഇങ്ങനത്തെ. ആക്ഷൻ. മാഡം പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം ഞാൻ നൈസായിട്ടാണ് കാര്യങ്ങളൊക്കെ ചോദിച്ചത്. മാഡം പറഞ്ഞതുകൊണ്ട് ഇത്രയും നേരം ഞാൻ നൈസായിട്ടാണ് കാര്യങ്ങളൊക്കെ ചോദിച്ചത്. കാലനങ്ങട്ടെ, കാലനങ്ങട്ടെ. ആ അത് തന്നെ. പക്ഷെ ഇളക്കിയോ? ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇളക്കിയോ? റോളിങ്. ആക്ഷൻ. ആ കാലിട്ടിളക്കിയോ? ഇത് മുതൽ പറഞ്ഞാൽ മതി. മാഡം മാഡം പറഞ്ഞുകൊണ്ട് ഞാൻ ഇത്രയും നേരം മാഡം പറഞ്ഞുകൊണ്ട് കാല് മൂവ്മെന്റ്. മാഡം പറഞ്ഞതുപോലെ ഞാൻ നൈസായിട്ടാണ് അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചത്. കയ്യും മൂവ്മെന്റ് കൊടുത്തു. പക്ഷെ അവളിൽ ഒരു കള്ളത്തരം ഒളിഞ്ഞു കിടപ്പുണ്ട്. അല്ല, പക്ഷെ അവളിൽ ഒരു കള്ളത്തരം. ആക്ഷൻ. പക്ഷേ അവളിലൊരു കള്ളത്തരം ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്തെങ്കിലും പറഞ്ഞോ? അവളിലൊരു കള്ളത്തരം ഒളിഞ്ഞു കിടക്കാൻ തോന്നുന്നു. എന്തെങ്കിലും പറഞ്ഞോ? കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. അതന്വേഷിക്കാം, കുഴപ്പമില്ല. പറ. ഓ ഓക്കെ. ആക്ഷൻ. റോളിങ്. ആക്ഷൻ. കണ്ണുകളുടെ മാത്രമായിട്ടൊരു മൂവ്മെന്റ് ഒന്നും എടുക്കാം. ഇവിടെ 2 മിനിറ്റ് റെസ്റ്റ് എടുക്കും. ഇവന്റെ ഫേസ് കൊണ്ട് ഫോട്ടോ എടുത്താ ഇങ്ങനെ ഇട്ട് തല ഇങ്ങനെ ഇട്ടാക്കി. ഡാനി മാഡം വിളിച്ചിരുന്നു. ലേറ്റ് പോയി. എനിക്ക് അല്ല, ഒരു ദിവസം കൂടെയാണ് കയറി കഴിയുമ്പോൾ തന്നെ ഡോർ നടക്കും. ആക്ഷൻ. ഈ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യാത്തതിന്റെ പേരിൽ മാഡത്തിന് സസ്പെൻഷൻ ആണ്. ശ്യാമടച്ചോ? പകരം ചാർജ് എടുക്കുന്നത് തന്നെയാണ്. എത്രയും വേഗം നിന്നെ അറസ്റ്റ് ചെയ്ത് ഒരു ഫോട്ടോ എടുത്ത് മാഡത്തിന് അയക്കാനാണ് എനിക്ക് ഓർഡർ. ആക്ഷൻ. എത്രയും വേഗം നിന്നെ അറസ്റ്റ് ചെയ്ത് ഒരു ഫോട്ടോ എടുത്ത് മാഡത്തിന് അയച്ചു കൊടുക്കാനാണ് എനിക്ക് ഓർഡർ. വരി ഇവിടെ വാ. ആക്ഷൻ. അതുകൊണ്ട് പിന്നെ ആ കയ്യിൽ കാണും. അതുകൊണ്ട് കയ്യൊന്ന് കാണിക്കും. ആ മര്യാദ ആളൊന്നുകൂടി പറഞ്ഞു. മര്യാദയ്ക്ക് മിണ്ടാതിരുന്നോണം. കേട്ടില്ലേ? മണിമണിയാണ് ഡയലോഗ് പറഞ്ഞു. സത്യം മണിമണി പോലെ പറഞ്ഞു. ഓക്കെ. റോളിങ് കണ്ടിന്യൂ. തുടങ്ങി കേടി. മര്യാദയ്ക്ക് മിണ്ടാതിരുന്നോണം. മര്യാദ അറിയാവുന്ന സത്യം മണിമണി പോലെ പറഞ്ഞു. അങ്ങനെ മാറിയേ വേണ്ട, തെറ്റിയാ പോയിട്ട് റോളിങ്. മര്യാദയ്ക്ക് മണിമണിയായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞോണം. പറഞ്ഞേക്കാം. കേട്ടില്ലേ? ഫോട്ടോ എടുക്കാൻ പോയോ? മര്യാദ ഇരിക്കടി. പോയോ? ആക്ഷൻ. ഇവട്ടെടുക്കുന്നു, ചുണ്ടിൽ വെക്കുന്നു, തീ കൊടുക്കുന്നു. സാവധാനം ചെയ്താൽ മതി. ചെറുത് പിടിക്കണ്ട. ശരിക്കും ചെയ്യരുത്. പ്രൊഫഷണൽ പോലെ ചെയ്യും. ചിരിക്കരുതും. അവളുടെ മുഖത്തിന് നേരെ പോയിട്ട് എന്താ മോളെ നിന്റെ കിളി പോയോ? ഇങ്ങോട്ട് മാറാനാണ് ഈ ആക്ഷൻ.
എന്താ മോളെ നിന്റെ കിളി പോയോ? എന്താ മോളെ നിന്റെ കിളി പോയോ? ശരിക്കുള്ള അടി നീ ഇനി കൊള്ളാൻ പോകുന്നേ ഉള്ളൂ. ശരിക്കുള്ള അടി നീ കൊള്ളാൻ പോകുന്നില്ലേ ഉള്ളൂ. നൈസായിട്ട് ആഷ് തട്ടിക്കേ. നിനക്കറിയാവുന്ന കാര്യങ്ങൾ ഇനി പറ. നിനക്കറിയാവുന്ന കാര്യങ്ങൾ നീ പറ. പ്ലീസ് എന്നെ ഉപദ്രവിക്കരുത്. പ്ലീസ് എന്നെ ഉപദ്രവിക്കരുത്. ആക്ഷൻ. പ്ലീസ് എന്നെ ഉപദ്രവിക്കരുത്. അവളുടെ ഫോൺ നമ്പർ എന്റെ കയ്യിലുണ്ട്. അവളുടെ ഫോൺ നമ്പർ എന്റെ കയ്യിലുണ്ട്. ഈ സംഭവം അറിഞ്ഞപ്പോ മുതൽ ഞാൻ പലതവണ ട്രൈ ചെയ്തിട്ട് സ്വിച്ച് ഓഫ് ആണ്. ഈ സംഭവം അറിഞ്ഞപ്പോ മുതൽ ഞാൻ പലതവണ ട്രൈ ചെയ്തു, പക്ഷെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. എനിക്ക് മൈഗ്രെയിൻ ഉള്ളതാണ്. എനിക്ക് മൈഗ്രെയിൻ ഉള്ളതാ. തലയിൽ നൈസായിട്ട് പിടിച്ചിട്ട് എനിക്ക് തല വേദനിച്ചിട്ട് വയ്യ. എനിക്ക് തല വേദനിച്ചിട്ട് വയ്യ. പ്ലീസ് പ്ലീസ്. നിങ്ങൾ തമ്മിൽ ലാസ്റ്റ് ഫോൺ സംസാരിച്ചപ്പോഴാണ്. നീ എന്ത് സംസാരിച്ചെന്നാണ് ഞാൻ ചോദിച്ചത്. നീ എന്ത് സംസാരിക്കുന്ന ഞാൻ ചോദിച്ചത്. തൽക്കാലം നിന്റെ ഫോണിങ് താ, ഞാനൊന്ന് നോക്കട്ടെ. തൽക്കാലം നിന്റെ ഫോണിങ് താ, ഞാനൊന്ന് നോക്കട്ടെ. ഈ കൈ ഇവിടുന്ന് പയ്യനെ പുറകിലേക്ക് വലിച്ച് ബീനയുടെ കൈ താഴത്തേക്ക് കൊണ്ടുവന്നേ. ബീനയുടെ കൈ താഴത്തേക്ക് കൊണ്ടുപോകാം. ബീനയുടെ കൈ താഴത്തേക്ക് കൊണ്ടുപോകാം. പിന്നെ തലവേദനക്കുള്ള മരുന്ന് ഞാനിപ്പോ കൊണ്ടുവരാം. പിന്നെ തലവേദനയ്ക്കുള്ള മരുന്ന് ഞാനിപ്പോ കൊണ്ടുവരാം. അങ്ങനെ വേറെ രീതിക്കണം. ആക്ഷൻ. നിന്റെ തലവേദനക്കുള്ള മരുന്ന് ഞാനിപ്പോ കൊണ്ടുവരാം. നിന്റെ തലവേദനയ്ക്കുള്ള മരുന്ന് ഞാനിപ്പോ കൊണ്ടുവരാം. ബാഗിൽ നിന്ന് എഴുന്നേറ്റ് ഫോൺ എടുക്കും. എവിടെയാണ് നിന്റെ ബാഗ്? മേശപ്പുറത്തേക്ക് വെക്കും. കട്ടി കട്ടി റോളിങ്. ആക്ഷൻ. ഇതിൽ വല്ല കഞ്ചാവ് കൊണ്ടോടി. ഇതല്ല കഞ്ചാവ് കൊണ്ടോടി. ഇതാണോ നിന്റെ ഫോൺ? ഇതാണ് നിന്റെ ഫോൺ. ലൊക്കേഷൻ അഴുക്കി അഴിക്കടി. അത് എന്തെങ്കിലുമൊക്കെ കാണിക്കേ. മാഡം പുറത്തേക്ക് പോകാനായിട്ട്. മേഡം പുറത്തേക്ക് പോകും. ആ ഡോറിൻ്റെ അങ്ങോട്ട് പോകും. ഡോർ തുറന്ന് പുറത്തേക്ക് പോയിക്കോ. ആക്ഷൻ. എങ്ങനെ പോകുന്നു എന്നറിയാൻ വേണ്ടി വിളിച്ചതാ. റോളിങ്. ആക്ഷൻ. ഇന്നലെ ജോലി എന്താന്ന് അറിയാൻ വേണ്ടിട്ട് വിളിച്ചതാ. ജോലി എന്താന്നല്ല, ജോലി എങ്ങനെ പോകുന്നു എന്നറിയാൻ വേണ്ടി വിളിച്ചതാ. സോറി. ആക്ഷൻ. ജോലി ഇന്നലെ ജോലി എങ്ങനെ പോകുന്നു എന്ന് അറിയാൻ വേണ്ടിട്ട് വിളിച്ചതാ. ആക്ഷൻ. ആക്ഷൻ. ആ ഫേസിൽ ഇട്ട് കൊടുത്തടാ. ഒന്നുകൂടി ആ വെച്ചേ. ഒന്നുകൂടി വെച്ചേ. എടുത്തിട്ട് വെച്ചേ. ആ വെച്ചേ. റോളിങ്. ആ ഓക്കെ. എടുത്തോ. ഇനി അലാറം എടുത്ത് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണ പോലെ ഒന്ന് ഇത് ചെയ്തോ. ഒരു ഡയലോഗ് ഉണ്ട് കേട്ടോ. ആ ഡയലോഗ് ഉണ്ട്. നീ ഇവിടെ തലവേദനക്ക് അലാറം ബെസ്റ്റ്. ഞാൻ മാറ്റിത്തരാം. തലവേദനക്ക് അലാറം ബെസ്റ്റ്. നീ ഇവിടെ കുറച്ചു നേരം ഇരി. ആക്ഷൻ പറഞ്ഞു. ആ ആക്ഷൻ. തലവേദനക്ക് അലാറമാണ് ഫസ്റ്റ്. ഇതായ റോളിംഗ് ആയിരുന്നോ? ആ എനിക്ക് റെക്കോർഡിങ് ഞാൻ കട്ടിയില്ല. ആ ഓക്കെ പറഞ്ഞോ. ആക്ഷൻ. തലവേദനക്ക് അലാറം ബെസ്റ്റ്.
തലവേദനക്ക് അലാറം ബെസ്റ്റ്. നീ ഇവിടെ കുറച്ചു നേരം ഇരിക്കും. നീ ഇവിടെ കുറച്ചു നേരം ഇരിക്കും. അതവിടെ സെറ്റ് ചെയ്ത് വെച്ചോ. പൊതുന്നല്ല ആക്ഷൻ. തല വലിക്കുന്ന പോലെ, ഈ അലാറം അടിക്കുമ്പോ തലക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ. ക്യാമറ അങ്ങോട്ട് വരുമ്പോ ഓക്കെ. നല്ല പ്രഷറുണ്ട്. ഞാൻ പ്രോമിറ്റ് ചെയ്ത് തരാം. അത് കഴിഞ്ഞിട്ട് കോൾ ചെയ്യണ പോലെ അങ്ങോട്ട് ആ ഒരു ഡിസ്റ്റൻസ് ഒക്കെ പറഞ്ഞേച്ചോ. ഓക്കെ ആണോ? എടാ എനിക്ക് മുകളിൽ നിന്ന് നല്ല പ്രഷറുണ്ട്. എടാ എനിക്ക് മുകളിൽ നിന്ന് നല്ല പ്രഷറുണ്ട്. നാളെ തന്നെ നിന്നെ ചോദ്യം ചെയ്ത് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന ഓർഡർ. നാളെ തന്നെ നിന്നെ ചോദ്യം ചെയ്ത് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന ഓർഡർ. നമ്മൾ തമ്മിലുള്ള ബന്ധം വെച്ചാണ് നിന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാതെ ഗസ്റ്റ് ഹൗസിലേക്ക് വിളിപ്പിക്കുന്നത്. നമ്മൾ തമ്മിലുള്ള ബന്ധം വെച്ചാണ് നിന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാതെ ഗസ്റ്റ് ഹൗസിലേക്ക് വിളിപ്പിക്കുന്നത്. മീഡിയ അറിഞ്ഞാൽ അറിയാലോ എന്റെ കാര്യം പോക്കാം. മീഡിയക്ക് നിനക്കറിയാലോ എൻ്റെ കാര്യം പോക്കാം. മീഡിയ അറിഞ്ഞാൽ മീഡിയ അറിഞ്ഞാൽ അറിയാലോ എൻ്റെ കാര്യം പോക്കാം. അത് തന്നെയുമല്ല, നമ്മൾ തമ്മിലുള്ള ബന്ധം ആരെങ്കിലും പൊട്ടിക്കൊണ്ട് വന്നു. അത് തന്നെയല്ല, നമ്മൾ തമ്മിലുള്ള ബന്ധം ആരെങ്കിലും പൊക്കിക്കൊണ്ട് വന്ന അന്വേഷണ ചുമതലയിൽ നിന്ന് എന്നെ മാറ്റി വേറെ ആരെങ്കിലും അപ്പോയിന്റ് ചെയ്യും. അന്വേഷണ ചുമതലയിൽ നിന്ന് എന്നെ മാറ്റി വേറെ ആരെങ്കിലും അപ്പോയിൻമെന്റ് ചെയ്യും. നിന്റെ കാര്യം പോക്കാം. നിന്റെ കാര്യം പോക്കാം. ഈ ഒരു കാര്യം ചെയ്യും. നീ ഒരു കാര്യം ചെയ്യും. നീ ഇന്ന് തന്നെ ഗോശ്രീ പാർക്കിന്റെ താഴെയുള്ള ഗസ്റ്റ് ഹൗസിൽ സെക്കൻഡ് ഫ്ലോറിലേക്ക് വാ. നീ ഒരു കാര്യം ചെയ്യും. ഇന്ന് തന്നെ നീ ഗോസ്ലി പാലത്തിന്റെ താഴെയുള്ള ഗസ്റ്റ് ഹൗസിലേക്ക് സെക്കൻഡ് ഫ്ലോറിലേക്ക് വാ. നീ ഒരു കാര്യം ചെയ്യും. ഗോസ്ലി പാലത്തിന്റെ താഴെയുള്ള സെക്കൻഡ് ഫ്ലോറിലേക്ക് ഗസ്റ്റ് ഇങ്ങനെ ഹൗസ്. പറഞ്ഞാൽ മതി. ഈ ഒരു കാര്യം ചെയ്യും. ഇന്ന് തന്നെ ഗോശ്രീ പാർക്കിന്റെ താഴത്തെ ഗസ്റ്റ് ഹൗസിലേക്ക് വാ. നീ ഒരു കാര്യം ചെയ്യും. ഇന്ന് തന്നെ ഗോസ്ലി പാലത്തിന്റെ താഴെയുള്ള ഗസ്റ്റ് ഹൗസിലേക്ക് വാ. സെക്കൻഡ് ഫ്ലോർ ആണ് കേട്ടോ. സെക്കൻഡ് ഫ്ലോർ ആണ് കേട്ടോ. പിന്നെ സെക്കൻഡ് ഫ്ലോർ ആണ് കേട്ടോ. അവിടെ PC പ്രീത ഉണ്ടാവും. അവിടെ PC പ്രീതി ഉണ്ടാവും. നിനക്ക് അറിയാവുന്ന കാര്യമൊക്കെ അവളോട് പറ. നിനക്കറിയാവുന്ന എന്ത് കാര്യം ഉണ്ടെങ്കിലും നീ അവളോട് പറ. ബാക്കി നമുക്ക് നോക്കാം. ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് നോക്കാം. അടുത്തവിടെയോ ബാക്കി നമുക്ക് വഴിയെ നോക്കാം. ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം. ഫോൺ കട്ടിയല്ല ഇല്ലല്ലേ? ഒന്നുകൂടി ആ ഡയലോഗ് പറഞ്ഞ് ലാസ്റ്റ് ഒന്നുകൂടി ഫോൺ കട്ട് ചെയ്യണേ. ആക്ഷൻ. ഞാനങ്ങോട്ട് ഒന്നുകൂടെ ഞാനങ്ങോട്ട് എത്തിക്കോളാം. ഓക്കെ. ഹലോ പ്രീത, അവൾ വല്ലതും മൊഴിഞ്ഞോ? എനിക്കും അത് തോന്നിയിരുന്നു. എനിക്കും അത് തോന്നിയിരുന്നു. അതല്ല പ്രശ്നം. മലബാറിലെ പല ബിസിനസ്സുകളിലും എനിക്ക് ഷെയർ ഉണ്ട്. അതല്ല ഇപ്പോഴത്തെ പ്രശ്നം. മലബാറിലെ പല ബിസിനസ്സിലും എനിക്ക് ഓർക്കും ഷെയർ ഉണ്ട്. അവൾ യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് വള്ളിയാവും. അവളെ കാലത്ത് കുറ്റം ചെയ്തിട്ടുണ്ട്, അതിപ്പോൾ എനിക്ക് വള്ളിയാവും. നീ എന്തായാലും പയ്യനെ മൂന്നാമത് പ്രയോഗിച്ച് തുടങ്ങിക്കോ. നീ എന്തായാലും പയ്യനെ മൂന്നാമത് പ്രയോഗിച്ചങ്ങ് തുടങ്ങിക്കും. ഇതിനോടകം തന്നെ അവൾക്ക് മനസ്സിലാകണം അവളെ നമ്മൾ അറസ്റ്റ് ചെയ്തു. ഇതിനോടകം അവൾക്ക് മനസ്സിലാകണം നമ്മൾ അവരെ അറസ്റ്റ് ചെയ്തു പോകുന്നു. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഞാൻ അവിടെ എത്തും. മെയിൻറ്റെയിൻ ചെയ്ത് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഞാനങ്ങ് എത്തിക്കോളാം. അവളുടെ കണ്ണ് കെട്ടിയിരിക്കണം. അവൾ എന്നെ കാണാൻ പാടില്ല. അതുപോലെ തന്നെ അവളുടെ കണ്ണ് കെട്ടിയിരിക്കണം. അവൾ എന്നെ കാണാൻ പാടില്ല. കുറച്ച് കഴിയുമ്പോൾ അവളെ ചോദ്യം ചെയ്യാൻ വേണ്ടി SI ധന്യ മാഡം വരുമെന്ന് പറഞ്ഞാൽ മതി. കുറച്ച് കഴിയുമ്പം അവളെ ചോദ്യം ചെയ്യാനായിട്ട് SI ധന്യമേളം വരുമ്പോൾ നമ്മളോടൊന്ന് പറഞ്ഞാൽ മതി. ഈ കേസിൽ നിന്ന് ഒഴിവാക്കിയെന്ന് പറഞ്ഞു. പിന്നെ നീ അവളോട് പറയണം എന്നെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കിയത്. പിന്നൊരു കാര്യം, അവളെ ഫോൺ ചെയ്യാൻ സമ്മതിക്കരുത്. പിന്നെ നീ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവളെ ഫോൺ ചെയ്യാനായിട്ട് നീ സമ്മതിക്കും. അവൾ ജാമ്യം എടുക്കാൻ വക്കീലിനെ വിളിച്ചാൽ മതി. എന്തെങ്കിലും തുമ്പ് കിട്ടാതെ അവിടെ പുറംലോകം കാണിക്കരുത്. എന്തെങ്കിലും തുമ്പ് കിട്ടാതെ അവളെ പുറലോകം കാണിക്കരുത്. ഓക്കെ പ്രീത, ഓക്കെ. ഓക്കെ പ്രീത, ഞാൻ വിളിച്ചോളാം. ശരി.
ആക്ഷൻ. താടി കണ്ടിട്ട് മാഡത്തിന്റെ മുന്നിൽ പ്രതികൾ ഇരിക്കുന്നത് മാഡത്തിന് ഇഷ്ടമല്ല തറയിൽ കമന്ന് കിടക്കണം. കിടക്കടി അവിടെ. കിടക്കടി. തള്ളിയിട്ട് താഴത്തേക്ക്, തള്ളിയിട്ട് നേക്കാട്ടി. ആക്ഷൻ. ആക്ഷൻ. ഇങ്ങോട്ട് തറയാ. ആ ഇങ്ങോട്ട് വരില്ലേ? റോളിംഗ്. ആക്ഷൻ. അങ്ങോട്ട് തറയാ. എടി. ആക്ഷൻ. ഞാൻ പലതവണ പറഞ്ഞല്ലേ എനിക്കൊന്നും അറിയില്ലെന്ന്. എൻ്റെ വിലങ്ങ് കഴിച്ചു മാറ്റി. പ്ലീസ് പ്ലീസ്. കരഞ്ഞോ? ആക്ഷൻ. ഇവിടെ ഇനി പലതും നടക്കും. നീ ഇങ്ങോട്ട് വാക്കടേടി. ആക്ഷൻ. ഇനി ഇവിടെ പലതും നടക്കും. നീ ഇങ്ങോട്ട് നീക്കടേടി. ഞാനിവിടെ എത്തിയട്ടോ. അവളുടെ കണ്ണ് കിട്ടിയിട്ടുണ്ടല്ലോ. ഞാൻ അവിടെ വരുമ്പോൾ ശബ്ദം മാറ്റി മാത്രമേ സംസാരിക്കത്തുള്ളൂ. ഓക്കെ? ഞാനാണ് അവിടെ നിൽക്കുന്നതെന്ന് ഒരു കാരണവശാലും ഒക്കെ മനസ്സിലായത്. ഞാനാണ് അവിടെ നിൽക്കുന്നതെന്ന് ഒരു കാരണവശാലും ഒക്കെ മനസ്സിലായത്. ഓക്കെ? റോളിംഗ്. ഞാനാണ് അവിടെ നിൽക്കുന്ന അവൾക്ക് ഒരു കാരണവശാലും മനസ്സിലാവും. ഓക്കെ? മാഡം ഇതുവരെ അവളൊരു സൂചന പോലും തന്നിട്ടില്ല. ചുമത്തലയായിട്ട് പറഞ്ഞു. ലാസ്റ്റ് ഓക്കെ മാഡം. ഓക്കെ മാഡം. ഓക്കെ ഒന്നറിയോ? ഹലോ. അവളുടെ കണ്ണൊക്കെ മൂടിക്കെട്ടിരിക്കുന്നു. ഞാനവിടെ വന്നു കഴിഞ്ഞാൽ സൗണ്ട് മാറ്റി സംസാരിക്കും. ഇനി മേലെ അവരെക്കുറിച്ചൊക്കെ ഉണ്ടായിരുന്നു. ഡാനിയും ഡാനിമേടോ ഒന്നും ഇവിടെ ഇല്ല. കുറ്റം ചെയ്യുന്നത് പോലെ തന്നെയാണ് കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ആക്ഷൻ. ഡാനി അല്ല എന്താ പറഞ്ഞേ? ഡാനി വരുന്നില്ലല്ലോ. ആക്ഷൻ. 6 വർഷം വരെ തടവ് ശിക്ഷ അനുഭവിക്കാനുള്ള വകുപ്പാണ്. റോളിംഗ്. ആക്ഷൻ. 6 വർഷം വരെ തടവ് ശിക്ഷ അനുഭവിക്കാനുള്ള വകുപ്പാണ്. രാജ്ഞിയെ പോലെ ജീവിച്ചിട്ട് ജയിലിൽ പോയി രാജ്ഞിയെ പോലെ ജീവിച്ചിട്ട് ജയിലിൽ പോയി കിടക്കാൻ. രാജ്ഞിയെ പോലെ. ആക്ഷൻ. രാജ്ഞിയെ പോലെ ജീവിച്ചിട്ട് ജയിലിൽ പോയി കിടക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ? എവിടെ നോക്കിയാ പറയണേ? ആക്ഷൻ. രാജ്ഞിയെ പോലെ ജീവിച്ചിട്ട് ജയിലിൽ പോയി കിടക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ? ഒരു പുച്ഛത്തോടുകൂടി നീ അറിയാവുന്ന സത്യം പറഞ്ഞ കേസിൽ നിന്ന് ഊരിപ്പോകാനുള്ള പഴുത് ഞാൻ തന്നെ ഉണ്ടാക്കിത്തരാം. പ്രവീണ ഈ ക്യാമറ. റോളിംഗ്. ആക്ഷൻ. 6 വർഷം വരെ തടവ് ശിക്ഷ അനുഭവിക്കാനുള്ള വകുപ്പാണ്. രാജ്ഞിയെ പോലെ ജീവിച്ചിട്ട് ജയിലിൽ പോയി കിടക്കുക കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ? രാജ്ഞിയെ പോലെ ജീവിച്ചിട്ട് ജയിലിൽ പോയി കിടക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ? പുച്ഛത്തോടുകൂടി നീ അറിയാവുന്ന സത്യം പറഞ്ഞ കേസിൽ നിന്ന് ഊരിപ്പോകാനുള്ള പഴുത് ഞാൻ തന്നെ ഉണ്ടാക്കി. റോളിംഗ്. നീ അറിയാവുന്നതൊട്ട് പറയണേ. നീ അറിയാവുന്ന അതേപോലെ തന്നെ കൈയെടുത്ത് പറയണേ. നീ അറിയാവുന്ന സത്യങ്ങളൊക്കെ പറഞ്ഞ കേസിൽ നിന്ന് ഊരിപ്പോകാനുള്ള വകുപ്പ് ഞാൻ തന്നെ ഉണ്ടാക്കി തരാം. കേട്ടോടി. അത് വീട്ടേക്ക്. അത് പറഞ്ഞാൽ ലെൻസിലേക്ക് തന്നെയാണ് ഫുള്ള്. കണ്ണു മാറി പോകുന്നുണ്ട്. ലാസ്റ്റ് ഡയലോഗ് മാത്രം. റോളിംഗ്. കേട്ടോടി. ഇനി നേരെയല്ലേ നമ്മുടെ മറ്റേ പ്രീതനെ നോക്കിയിട്ടില്ലേ? ആക്ഷൻ. അവളുടെ വായിൽ തുണി തിരിക്കുന്നത്. ഓക്കെ.
റോളിങ്. അങ്ങനെ തന്നെ പല പല എക്സ്പ്രഷൻ്റെ ഒരു കേടി ലുക്ക് തോന്നിക്കണം. ഒരു രാമദിനെ പോലെ നോക്കിയ കണ്ണോട് എന്തെങ്കിലും ആക്ഷൻ ഇട്ടെ. തിരിച്ച് 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 നല്ലപോലെ കളിച്ച് വാദം കളിച്ച് വാദറക്ക് വാദറക്ക് യക്ഷീനെ പോലെ ഇരിക്കും. യക്ഷിയാണെന്ന് പോലെ അടുത്ത് അതേപോലെ യക്ഷീനെ പോലെ ഇരിക്കും. വാദം ഒന്ന് ചിരിക്കും. ഇടയ്ക്ക് ഇങ്ങോട്ട് നോക്കല്ലേ. ഒരു അങ്കിലൊക്കെ നോക്കിച്ചിരിക്കും. ശരിക്കും വാദം ഒന്ന് ചിരിക്കും. കേട്ട് വരും. നോക്കി പിടിപ്പോട് നോക്കി പിടിപ്പോട് ഫേസ് കൊണ്ട് തന്നെ ഒരു ആക്ഷൻ ഇട്ടോ. ശരിയെന്നുള്ള ആക്ഷൻ ഇട്ടോ. അവര് കയറ്റി കൊടുക്കുന്ന നിന്നിട്ട് ഇതാ പാമ്പിനെ അവരുടെ ദേഹത്ത് ഓടിക്കുമ്പോ നിങ്ങൾ ഫേസ് കൊണ്ട് ഇടുന്ന റിയാക്ഷൻ ഇപ്പൊ നമ്മൾ എടുത്ത് വെക്കുകയാണ്. അതിനെ കുറച്ച് സംഭവം ഇട്ട് വെക്കും. ഡാനി ടീമിലേക്ക് കയറി നമ്മൾ പുറകെയാടകളോ പുറകെ മറികടം നടന്നോ? ഇത് അങ്ങനെ ചെയ്യാം. സെയിം ആക്ടിവിറ്റീസ് ചെയ്തോ. മേളിലേക്ക് നോക്കണ്ട, ലെൻസിലേക്ക് തന്നെ ഫ്രീഡം നോക്കി. ലെൻസാണ് ഫ്രീഡം. ലെൻസിലേക്ക് കിടക്കുന്ന ഷേക്ക് കൊടുത്തോ. ആ ഡാനിയെ സൈഡിലേക്ക് കയറ്റി. ഡാനിയെ കാണാൻ കിട്ടുന്നില്ല. അപ്പറയോ അപ്പറോ ഡാനി കൂടെ പിടിച്ചോ. അപ്പറയില്ല അപ്പറയില്ല ഫേസിൽ കാണാൻ പല. ആ ഓക്കെ ചുരുക്കി ചുരുക്കി നീങ്ങി അങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ട്. ആ ഓക്കെ അതൊക്കെ അതൊക്കെ എവിടെ ഒടിഞ്ഞു പോരുത്. കോട്ടയെന്നാ ചണ്ടനെ ഞാൻ ഓടിക്കും. ഇവിടെ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല. മൂവ്മെന്റ് കൊടുക്കട്ടെ മാഡനെ. കൊടുക്ക് പാമ്പിന്റെ കടി കൊണ്ട് ചാകുന്നതിന് മുമ്പ് നിന്റെ ആഗ്രഹമൊക്കെ സാധിച്ചു.